ഓം ശാന്തി. കഴിഞ്ഞ കാലങ്ങളിലെ സങ്കടങ്ങൾ, വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്ത, ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ അലച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ആ കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു, ഈ കാര്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. ആയിരുന്നുകളുടെ ലിസ്റ്റ് നമ്മളതിൽ എത്രയാണെന്നറിയോ? ഇനി ഇതിങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ എന്നുള്ള ചിന്ത അതും കൂടുതലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം, അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ലിവ് അറ്റ് പ്രസൻറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ നിമിഷം, ഫോർ എക്സാമ്പിൾ ഇന്ന് ഈ നിമിഷം നമ്മുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം രാത്രി എൻ്റെ മുറിയിൽ ഞാൻ ഉറങ്ങാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ ഈ പഠിച്ച് ഈ ചെയ്യുന്ന ആ കാര്യം, നോളജ്, യെസ്, നോളജ് ഈസ് ഗുഡ്, അതെപ്പോഴും അറിവിന് വേണ്ടി ഞാൻ സ്വീകരിക്കാറുണ്ട്, എടുത്ത് വയ്ക്കാറുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യവും ഞാൻ എൻ്റെ ഫർദർ സ്റ്റെപ്പിലേക്ക് ഞാൻ എടുക്കില്ല. അവിടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുക, 108 വട്ടം മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ളതായിട്ടുള്ള സ്വമാനത്തിനെ അഭ്യസിക്കുക. നമ്മളെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ധനത്തെ ആകർഷിക്കാനുള്ള 5 മന്ത്രങ്ങൾ. അതുപോലെ ഞാൻ വെള്ളത്തിൽ ആ ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഇന്നും ഞാൻ സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, റിസീവ്, നൗ, ഇതൊക്കെ ഇന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ജീവിതത്തിലും എല്ലാ ദിവസവും നമുക്ക് ആവശ്യം വേണ്ടതായിരിക്കുന്ന ധനം, അത് എൻ്റെ അടുത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഡെയിലി ഇപ്പോഴും ഞാൻ ആ കാര്യം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഈശ്വരന് കത്തെഴുതണം, എനിക്ക് എൻ്റെതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാനോട് ഷെയർ ചെയ്യണം. ഒരു പേജ് മുഴുവൻ പറ്റില്ലെങ്കിൽ 1/2 പേജെങ്കിലും എനിക്ക് വായിക്കണം. അത് കഴിഞ്ഞ ശേഷം 108 തവണ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, സഫലത എൻ്റെ ജന്മസിദ്ധാധികാരമാണ്, ചില ദിവസം ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, അല്ലെ ഞാൻ കോടാനുകോടി ഭാഗ്യശാലിയാണ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പവർഫുള്ളായിരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ സ്വമാനം എന്ന് പറയും, ആ സ്വമാനത്തെ അഥവാ അഫർമേഷൻ, പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയും, ഇതിലേതെങ്കിലും ഒന്ന്, നിങ്ങൾ ഭാഷ എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. ഐ എം ഡൂയിങ് മൈ പ്രാക്ടീസ്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയമെങ്കിലും ക്ഷമ യാചിച്ച് ഇന്നത്തെ ദിവസം ആരൊക്കെ ഞാൻ മീറ്റ് ചെയ്തോ അവരുടെ ഒക്കെയുള്ള കണക്ക് ഞാൻ ക്ലോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓരോ കാര്യം കഴിഞ്ഞ് അവസാനം ഞാനും എൻ്റെ ബാബയും മാത്രം, ഞാനും എൻ്റെ ഈശ്വരനും മാത്രം ആയിക്കൊണ്ട് ഭഗവാന്റെ മടിയിൽ തല ചായച്ച പരമാനന്ദത്തിൻ്റെ സുഖത്തിൽ ഞാൻ ഉറങ്ങാറുണ്ട്. അതോടെ അന്നത്തെ ദിവസം ഞാൻ ക്ലോസ് ചെയ്യും. ഇത് ഡെയിലി എവിടെയാണെങ്കിലും, ഒരു പക്ഷേ 12 മണിയായി കാര്യങ്ങളെങ്കിൽ പോലും അവസാനത്തെ അരമണിക്കൂർ മെഡിറ്റേഷൻ കഴിയാതെ ഞാൻ ഉറങ്ങാറില്ല. രാവിലെ ഉണരുമ്പോഴത്തേക്കും എൻ്റെ മെഡിറ്റേഷൻ, നിങ്ങൾക്ക് അത്രയും നേരത്തെ ഉറങ്ങാൻ പറ്റി, റിലാക്സ് ചെയ്യാൻ പറ്റിയ ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം കൂടുതൽ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ, ഇല്ലെങ്കിൽ 4 to 4:45 എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാതിരിക്കാറില്ല. 12 മണിക്ക് ഉറങ്ങിയെങ്കിലും ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള ഊർജ്ജം എവിടെ നിന്ന് എനിക്ക് കിട്ടുക എന്ന് വെച്ചാൽ, ഈ കാര്യം കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാം എൻ്റെ ക്ലോസ്ഡ് ആണ്. അന്നത്തെ ദിവസം ക്ഷീണിച്ച് ഞാൻ ഒരിക്കലും ഉറങ്ങാറില്ല. ഭഗവാനുമായിട്ടുള്ള റിലേഷൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആയിക്കൊണ്ട് ആനന്ദത്തിൻ്റെ ആധാരത്തിൽ രാവിലെ കറക്റ്റ് 4 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ കണ്ണുകൾ തന്നെത്താൻ തുറക്കാറുണ്ട്, ഫ്രഷ് ആവാറുണ്ട്, ഭഗവാന്റെ കൂടെയുള്ള പരമാനന്ദത്തെ അനുഭവിക്കാനും പറ്റാറുണ്ട്. ആ ആനന്ദത്തിൻ്റെ ലഹരിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറ്. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് വേറൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു, ഒരു കാര്യം ചെയ്യേണ്ടി വന്നു, ആ കാര്യത്തിന് എന്തെങ്കിലും അതിനുള്ളതായിട്ടുള്ള പോസിറ്റീവായ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യും, അതല്ല എങ്കിൽ ആ കാര്യത്തിൽ ഞാൻ ജീവിക്കാറില്ല. അവിടെ പോയ ആനന്ദത്തെ വീണ്ടും വീണ്ടും ഓർക്കാറില്ല. പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. ഒരു സ്ഥലത്തൊരു പ്രഭാഷണം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു കാര്യം നല്ല ക്ലാസ് എടുത്തു, ഒരു പ്രോഗ്രാം ചെയ്തു, ആരെങ്കിലും നമ്മളെ ആദരിച്ചു, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, എന്ത് കാര്യം കഴിഞ്ഞ് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട്. രാവിലെ ഒരു കാര്യം കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കുന്ന വേറൊരു പ്രോഗ്രാമിലോ പ്രൊജക്റ്റിലോ എത്താറുണ്ട്. ആ കാര്യം ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ എവിടെ എന്ത് ചെയ്യണോ അതിലേക്ക് ഞാൻ 100% മുഴുകാറുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരിൽ നിന്നും ഞാൻ മാറിക്കൊണ്ട് ഞാനും എൻ്റെ ഭഗവാനുമായിക്കൊണ്ട് ആ പരമാനന്ദത്തിൻ്റെ സുഖത്തിൻ്റെ ആനന്ദത്തിൽ ഒരു ദിവസം എനിക്ക് തന്നതായിരിക്കുന്ന സ്നേഹവും സന്തോഷവും എൻ്റെ വിജയങ്ങളും ഓരോ നിമിഷത്തെ, സപ്പോസ് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമിക്കുന്നതോ സാഹചര്യങ്ങളോ വന്നുവെങ്കിൽ, ഈശ്വര ഈ രീതിയിൽ നീ ഇന്ന് എൻ്റെ ആ കണക്ക് ക്ലോസ് ചെയ്ത് തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ആനന്ദിച്ച് അവസാന നിമിഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേയുടെ എൻഡിങ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ആനന്ദിക്കുന്ന സമയമാണ്.
ഒരു ഡേ ആരംഭിക്കുന്ന സമയം ഈശ്വരനൊപ്പുള്ളതായിരിക്കുന്ന ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ ടൈം, അതും ദ മോസ്റ്റ് വണ്ടർഫുൾ ആയിട്ട് ഞാൻ ആസ്വദിക്കുന്ന നിമിഷങ്ങളാണ്. ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം പ്രഭാതത്തിൽ ഈശ്വരൻ്റെ സത്സംഗത്തിൽ ഭഗവാൻ നേരിട്ട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ചില വാക്കുകളൊക്കെ നിങ്ങൾ എൻ്റെ മക്കളാണ്, നീ എൻ്റെയാണ്, ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് പുളകിതമായി പോവാറുണ്ട്. ആ പരമാത്മ മഹാവാക്യത്തിൽ അത്രയും ആനന്ദിക്കും. ആനന്ദത്തിൻ്റെ ലഹരിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ലിവ് അറ്റ് പ്രസൻറ്റ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈശ്വരനുമായിട്ടുള്ള ആനന്ദത്തിൽ ആസ്വദിക്കുക എന്ന് കരുതിക്കൊണ്ട് കർമ്മണ സേവയുടെ രംഗത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട സമയം വരുമ്പോൾ നല്ലൊരു സേവാധാരിയായിക്കൊണ്ട് ഏതൊരു കാര്യവും ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കലും ഒരു പോയിന്റിനെ മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക. ഇവിടെ കഴിയുന്ന കാര്യം അവിടെ തീരട്ടെ, അത് അടുത്ത നിമിഷം തീരട്ടെ. അവിടെ നിന്നും നിങ്ങൾക്കുള്ള പോസിറ്റിവിറ്റി റിസീവ് ചെയ്യൂ, എനർജി റിസീവ് ചെയ്യൂ. ഇനിയൊരു നിമിഷം അത് പുതിയതായിക്കൊണ്ട് പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ചെയ്യൂ. ഒരു ദിവസം 5, 6, 8 ഡിഫറൻ്റ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ക്ലാസ് എടുക്കുകയായിരിക്കാം, പ്രഭാഷണം ചെയ്യുകയായിരിക്കാം, കുക്ക് ചെയ്യുകയായിരിക്കാം, ടോളി ഉണ്ടാക്കുകയായിരിക്കാം, കൗൺസിൽ ചെയ്യുകയായിരിക്കാം, സ്റ്റഡി ആയിരിക്കാം. ഇവ ഡിഫറൻ്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ എല്ലാം തന്നെ പൂർണ്ണമായ മനസ്സോടെ അതിലെല്ലാം ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ഈശ്വരനെ കൂട്ടാക്കിക്കൊണ്ട് ചെയ്യും. അടുത്ത നിമിഷം അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടും. നൗ ഇപ്പം ഞാൻ ഫ്രീയാ. ആ ഒരു ഫീലിംഗ്, ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഓരോ നിമിഷം അനുഭവിക്കുന്നുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു കാര്യവും നമ്മളിൽ ഒട്ടാതെ എല്ലാത്തിൽ നിന്നും ചേമ്പിലയിൽ വെള്ളം നിൽക്കും പോലെ നമുക്ക് മാറാൻ പറ്റും. മനസ്സിൽ നിന്ന് ആ കാര്യം ഞാൻ ചെയ്തു എന്ന ഫീലിംഗ് കട്ട് ചെയ്യുന്നതോടുകൂടി ക്ഷീണം നിങ്ങൾക്ക് അവിടെ അപ്രത്യക്ഷമായിട്ട് മാറും. അതുകൊണ്ട് ഇതൊരു വളരെ വലിയതായിരിക്കുന്ന ഒരു നിമിഷമാണ് ലിവ് അറ്റ് പ്രസൻറ്റ്. പഠിക്കുന്നു അവിടെ ഫുൾ, കർമ്മം ചെയ്യുന്ന അവിടെ ഫുൾ. അടുത്ത നിമിഷം ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ 4 മണിക്കൂർ ചെയ്തോ, അടുത്ത നിമിഷം നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് പുതിയതൊന്നും തുടങ്ങുന്നതെങ്കിൽ ഈ ജോലി ഭാരം, ശരീരത്തിൻ്റെ ക്ഷീണം, അസ്വസ്ഥത, ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്ന് വിചാരിക്കുന്ന നിമിഷം ക്ഷീണം കൊണ്ട് വീണു പോകും നിങ്ങൾ. അതേസമയം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ വരുമ്പോൾ ആഹാ നൗ അപ്പം ഞാൻ ഫ്രീ ആയി, ഇതെൻ്റെ നിമിഷം എന്ന് ഓർക്കുന്നതോടെ ആ എല്ലാ ഭാരവും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒഴുകി പോകുന്നത് കാണാം. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. ഏത് കാര്യം ചെയ്യുന്നു അതിൽ മുഴുക, ഈശ്വരൻ്റെ ഒപ്പം ആസ്വദിക്കുക. അങ്ങനെ ഭഗവാനെ കൂട്ടാക്കിക്കൊണ്ട് കയ്യും കൂട്ടും ഭഗവാന്റെ കൂടെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഈ കലിയുഗത്തിൽ അതാത് നിമിഷങ്ങളിൽ ജീവിക്കാനും ഓരോ നിമിഷവും നമ്മുടെ സമ്പാദ്യവും ആനന്ദവുമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.